അനുഗ്രഹീതമായ അഭൗമ സൗന്ദര്യം അവൾക്ക് സ്വന്തം. ബ്രഹ്മാണ്ടമാകെ അതിശയിപ്പിക്കുന്ന അതുല്യ ശക്തികളും അവൾക്ക് കരുത്താണ്. കാത്തിരിപ്പിന് വിരാമമായി ജനലക്ഷങ്ങളുടെ മനം കവരാൻ വീണ്ടും വരുന്നു അവൾ. ഞാനും ശിവാനും കൂടി ഇന്നൊരു ഡേ ഫുൾ ചില്ലാൻ പോണാണ്. പക്ഷെ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകം എന്താ വെച്ചാൽ ഇന്ന് പോസ്റ്റ് ചാലഞ്ച് ആണ് അല്ലേ? എവിടെ പോയാലും ഇന്ന് ഞങ്ങൾ നോർമലി ചില്ലുള്ളൂ. പക്ഷെ ഏത് സിറ്റുവേഷനിൽ വെച്ചാണെങ്കിലും പോസ്റ്റ് പറയാം. അപ്പൊ നമ്മൾ സ്റ്റക്ക് ആയി നിൽക്കണം. എവിടെ വെച്ചാലും പോസ്റ്റ് പറയാം. നമുക്ക് കണ്ണനക്കാം, സംസാരിക്കാം, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പോസ് പറഞ്ഞ് ഏത് സിറ്റുവേഷൻ നോക്കേണ്ട ആവശ്യമില്ല. പോസ് എന്ന് പറഞ്ഞാൽ അപ്പ സ്റ്റക്ക് ആയിരിക്കണം. ഇവളാണെങ്കിൽ ഞാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോ വേണമെങ്കിൽ പറയാം. ഇറ്റ് വിൽ ഹാപ്പൻ. ക്യാമറ ചേട്ടൻ എപ്പോഴും അതുകൊണ്ട് എപ്പോഴും ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്യണം. ഏത് സമയത്ത് പോസ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഈ റിമോട്ട് വെച്ചിട്ടാണ് പോസ് ചെയ്യാൻ പോണത്. അപ്പൊ ചുമ്മാ ഒരു ഭംഗിക്ക് ഇവിടെ വെച്ച് ഞങ്ങള് പോസ് ഞങ്ങൾ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. ഈ റിമോട്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ പോസ് ചെയ്യാൻ പറ്റുള്ളൂ. റിമോട്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ പോസ് ചെയ്യാൻ പറ്റുള്ളൂ. ചുമ്മാ വാച്ച് പോസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി ദൈവമേ, നീ കൊല്ലൂ റിമോട്ടിന് വേണ്ടിട്ട്. ഫുഡ് കഴിക്കാം. അതിന് മുന്നേ പൈസ എന്തെങ്കിലും എടുത്തു വെക്കാം. ഒരു ഡേ ഫുൾ ചില്ലിങ് ആണെന്ന് പറഞ്ഞ കയ്യിൽ പൈസ ഇല്ലാണ്ട് എവിടുന്നു എവിടെന്നെങ്കിലും എടുക്കാ പെണ്ണേ. നിന്റെ മൊബൈൽ എവിടെ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് എവിടെയാണെന്ന് അവൾക്ക് എന്താ ആണോ? പോസാണോ? ഇപ്പൊ പോസാണോ? വണ്ടി ഓടിക്കുമ്പോ എന്നെ പോസാണോ? നൈസായിട്ട് ഞാൻ റിമോട്ട് തട്ടിപ്പറിച്ചെടുക്കാന്ന് വിചാരിച്ചതാ. പക്ഷെ കാണാത്തോണ്ടല്ലേ ഞാൻ എടുത്ത തന്നെ. ഇപ്പൊ തന്നാനാ ഈ റിമോട്ട് വിടണല്ല. നീ വിടണല്ല. അവൾക്ക് ഇപ്പൊ പോസ് ചെയ്യാൻ അവൾക്ക് ധൈര്യം എന്തറിയോ? അവളുടെ എല്ലാം എന്റെ കയ്യിലാ, ഈ സ്റ്റിയറിംഗിലാ. ഇപ്പൊ നീ പോസ് ചെയ്യ്. നീ പോസ് ചെയ്യ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പോസ് ചെയ്യ്. ധൈര്യം ഉണ്ടെങ്കിൽ പോസ് ചെയ്യ്. നീ പോസ് ചെയ്യ്. അവൾക്ക് ഇപ്പൊ പോസ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും പോസ് ചെയ്യണം. നീ എന്താ അൺപോസ് എന്ന് പറയണം? ഇപ്പൊ ഒരു വണ്ടി സൈഡിൽ കൂടി പോയിട്ട് നീ എന്താടി അൺപോസ് ചെയ്യാണ്ടിരുന്നത്? അത് പറയണം. എനിക്കൊന്നും മനസ്സിലാവണ്ടേ? വണ്ടി എവിടെ പോയി ഇടിക്കും നോക്കൂല. ഗൈസ്, ഇന്ന് പോസ് ചാലഞ്ച് ആണ്. എന്ത് സംഭവിച്ചാലും ഞാൻ പോസ് ചെയ്താൽ ഇറങ്ങാണ്ട് നിൽക്കും. നീ ചിന്തിക്കണോ? അത് ഞാൻ പറഞ്ഞല്ലേ സ്റ്റിയറിംഗ് എന്റെ കയ്യിലാണെന്ന്. ഇനി പോസ് ചെയ്യണേ നീ. നിനക്ക് എന്തിനിപ്പോ റിമോട്ട് എന്തിനാ? താടി നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ താ. നീ ആണാ? ഉറപ്പാണോ? പോസ് അത് പോസ് എന്ന് മാത്രം ഒന്നും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേറെ ആലോചിക്കണമായിരുന്നു. ഓക്കെ, ഇതല്ലേ നിനക്ക് എന്തോ ഇത്ര ബലം? ചേട്ടന്മാരത്ത് ഇത്ര ബലം പ്രയോഗിക്കാൻ പാടില്ല. കയ്യിലുണ്ട്.
പോസ് വിളിക്കാൻ പോവാണ്. ആൾ ഇറങ്ങി വരട്ടെ. വെയർ മാസ്ക് വെൻ യു ആർ ഔട്ട്സൈഡ്. ദുട്ടെടുത്തോണ്ടിരിക്കുവാണ്. എന്താ ഇറങ്ങാത്തെ? എനിക്ക് പോസ് വിളിക്കണം. ബോസ് 2 3 4 നന്നായിണ്ടേ. അതിനിപ്പോ എന്താ? അതുകൊണ്ടല്ലേ പോസ്റ്റ് കളഞ്ഞ് പറഞ്ഞേ. 600 രൂപയല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. എൻ്റെ ഏട്ടൻ പാവല്ലേ, ഞാൻ ഒരു 500 രൂപ ചേട്ടന് കൊടുക്കാണ്ട് ഞാൻ തന്നെ വെച്ചേക്കാം. ചേട്ടൻ 100 രൂപ. ഈ ദിവസം എനിക്ക് ആവശ്യമില്ല, ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് മോൻ വെച്ചോ. ഒരു മിനിറ്റ്, എനിക്ക് ഒരു പൊട്ടുകാരും കൂടി തീർക്കാനുണ്ടേ. ഞാൻ അടക്കൂലോ, ഞാൻ അടക്കുന്നില്ല. ഇവിടെ അതിലേട്ടനുണ്ട്, ഞാൻ പോവാ. താച്ചാ നമുക്ക് പോയാലോ? അപ്പൊ 500 രൂപ ഇങ്ങോട്ട് എടുത്ത മോളെ. എന്റെ പൊന്നേ തരില്ല. Baby, I do need money to have fun tonight. ഒരു ഗെയിമും പോസും വെച്ചിട്ട് നീ 500 രൂപ അടിച്ചു മാറ്റി. അല്ല പിന്നെ എന്ത് പട്ടാ പകല് കൊള്ളയടി. ഇതിനതാണ് പേര് പറയാം കേട്ടാ. 500 രൂപക്ക് ചേട്ടാ കരുക്ക് നമുക്ക് വാങ്ങാം. സെറ്റ് ബാ. 500 രൂപ ഇട്ട മോളെ. എന്നാ ഇടി ഞാൻ പോസ്. എടി നീ എല്ലാം ഈ മറ്റേ പബ്ലിക്കിൽ വെച്ച് തന്നെ എടി. എന്റെ കയ്യില് മൊത്തം കരിക്കാവട്. നീ എല്ലാം പബ്ലിക്കിൽ വെച്ച് തന്നെ തരണം കേട്ടാ. മുടിയൻ കയ്യിലിരിക്കുന്ന കരിക്ക്. എടി ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് വെക്കുന്നു. എടി എനിക്ക് ഒരെണ്ണം നോക്കി വെക്കടി. എന്ത് രസമല്ലേ. എടി 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 സ്ലീവ്ലെസ് ഇട്ടിരിക്കണത്. കൈവേന എടുക്കണ്. മതി അൺപോസ് എടുക്കണോ? എടി അൺപോസ് എടി. എടി കറക്റ്റ് ആയിട്ട് ഒന്ന് താത്തി തന്നെ. എന്ത് എടി മര്യാദക്ക് ഇങ്ങനെയാണോ? മതി ചേട്ടാ, ഒരു സ്ട്രോങ് കൂടി തരുമോ? ഇങ്ങനെ കൊതു കിട്ടി ഞാൻ ചാവോ? അതാ കുടി. അൺപോസ് ഇട്ട് വലിപ്പിക്കല്ലേ. അൺപോസ്. അത് കുടി. ഇപ്രാവശ്യം ദൈവം എന്റെ കൂടെയാണ്. എന്റെ ഫോൺ എടുത്തോണ്ട് പോയേക്കും. എടുത്തു വെച്ചോ. അത് കിട്ടും കേട്ടാ. എന്തായാലും അകത്ത് കയറി പോ. അകത്ത് കയറി. ഇനി അൺപോസിങ് ഇല്ല. അപ്പൊ ഇപ്പൊ ഇല്ല, ഇനി പോക്കോ. എടി ഇല്ലാട്ടോ, ഇനി ഇല്ലാട്ടോ. കുടിച്ചോ. കരിക്കാൻ ശർക്കര. ഇതിനെ എടുത്തിട്ട് എന്റെ വായിന്ന് മുടി മാറ്റി തരുമോ? അവിടെ ഇരുന്നോ, ഞാൻ പോയിട്ട് തരാം കേട്ടാ. ഞാൻ പോയിട്ട് തരാം. എന്റെ വായില് മുടി. തമ്പുരാട്ടി അടുത്ത് എന്താണാവോ? ഷോപ്പിംഗ് ചെയ്യാം. നമ്മൾ ഷോപ്പിംഗ് ചെയ്തിട്ടല്ലോ. ഷോപ്പിംഗ് ചെയ്യാം. കുറച്ച് മിഠായി വാങ്ങണം, പിന്നെ മെന്റോസ് വാങ്ങണം. മെന്റോസ് മിഠായി. പിന്നെ വെച്ച വലിയ ലോലിപോപ്പ് ഇല്ല കേട്ടാ. ഇങ്ങനെ ഉണ്ട് ജെയിൻ കാൻഡി ബാർ. അപ്പൊ ഇവിടെ അടുത്ത് സൂപ്പർ മാർക്കറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറാം. എവിടേക്കാണെങ്കിലും സാരഥി അങ്ങോട്ട് വഴി തെളിച്ചുള്ള ഇതന്നെ തെളിക്കാം. വേണോ? രണ്ട് മാജിക് മസാല. ചേട്ടാ നല്ല എരിവുണ്ടാവും ഈ മാജിക് മസാലക്ക്. താങ്ക് യു. അയ്യോ നല്ല ചൂട്. മുകളിലോട്ട് പോയല്ലോ. മറ്റേത് ഉണ്ടല്ലോ അല്ലേ? മറ്റേത് ഇവിടെ നിന്നല്ലേ എടുത്തത്? പോസ്.
ചേട്ടാ ആൾക്കാര് പോണു വഴി മാറി കൊടുക്കുക ചേട്ടാ. എന്താ കാണിക്കണേ? സോറി ചേട്ടാ. കാണിക്കാമോ? പെട്ടെന്ന് അൺപോസ്. സോറി ചേച്ചി. ഒരു ഹായ് മോനെ. ശിവാനി എനിക്കൊരു പണി തന്നിരിക്കുക. ദൈവമേ മോനെ. ഹായ് നമസ്കാരം മോനെ. ശിവാനി എന്നെ പോസ് ചെയ്തിരിക്കും. ഒരു കളിയാ അത്. അൺപോസി മതി മതി അൺപോസി. നീ ഇവിടുത്തെ ആൾക്കാർക്ക് എത്ര ഞാൻ വെച്ചിട്ടുണ്ടോ? എത്ര നേരം ഇട്ട് ഉണ്ടല്ലോട്ടാ. ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ വെച്ച് അങ്ങനെ ചെയ്യണ്ടെന്ന്. എത്ര നേരം നീ ചെയ്തോണ്ടിരിക്കണേ? എനിക്ക് ഭ്രാന്താണ് കേട്ടാ. ഇതിന് മട്ടാണ്. ശിവ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, താൽ കിച്ചൻ. ഇവിടുത്തെ അൽഫാമും നല്ല അടിപൊളിയാ. ഇവിടുത്തെ മയണൈസ് അൽഫാമും സാലഡൊക്കെ സൂപ്പറാ. ഇവിടുന്ന് കഴിക്കാം. നിനക്ക് അൽഫാം മതിയാ? ഓക്കെ. അനങ്ങണ്ടിക്ക്. ഇവിടെ ഇവിടെ ഇരിക്കാം. ഓക്കെ ചേട്ടാ 2 ക്വാർട്ടർ. ആ താങ്ക് യു ചേട്ടാ. കൈ കഴുകിയോ? ഇല്ല, കൈ കഴുകിച്ച് വരാം. ചാത്തൽ വെയിൽ. ഇത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇത് എടുക്കണ്ട. ഇത് എടുക്കാനായിട്ടില്ല വെച്ചിരിക്കും. ഇവിടെ ഫുഡ് കാണിക്കല്ലേ? അപ്പൊ നീ അവിടെ വെച്ച് ഞാൻ കാണിക്കില്ലല്ലോ. ഒന്നും കഴിച്ചോ? പോസ്. എന്തേ എന്തേ അല്ല ഞാൻ അൺപോസ് അൺപോസ്. ഒന്നുമില്ല. ഇല്ല കാണിക്കുന്നില്ല. ഇവിടെ നീ എടുക്കരുത്. അതല്ല കാണിക്കുന്നില്ല. ഇവിടെ ഉണ്ട്. ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്. കഴിച്ചോടി. നിങ്ങളടുത്ത് അമർത്തിയല്ലേ പ്രശ്നമുള്ളൂ. ഞാൻ ഇങ്ങനടുത്ത് അമർത്തണല്ലോ. മനസ്സിലാ? ചേട്ടാ ചേട്ടാ കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കോള കോള ഒന്നും ചെയ്തില്ല. നീ മേടിക്കാൻ കഴിച്ചോ. പിന്നെ ഇഷ്ടപ്പെട്ടോ? സാലഡ് ഇത്തിരി പോസ്. ഞാനേ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഈ സാധനം. അപ്പൊ ഇത് നേരിട്ട് വർക്കൗട്ട് ആവുമെന്നൊരു ഡൗട്ട്. അനങ്ങരുത് അനങ്ങരുത്. അനങ്ങരുത്. അവിടെ ഇരുന്നോ. എസ്കലേറ്റർ എസ്കലേറ്റർ അതൊക്കെ ഞാൻ പൊക്കി തരാം. ഡോണ്ട് വറി. അവിടെ ഇരുന്നു കുറച്ച് പേര്. എസ്കലേറ്റർ എസ്കലേറ്റർ അവിടെ ഇരുന്നു. അങ്ങോട്ടിരുന്നു. സീനില്ലല്ലോ. ഓ സാലഡ് എങ്ങനെ നല്ല ടേസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്? അനങ്ങണ്ട് പോകാൻ സീനില്ല. ബാറ്ററി കുഴപ്പമില്ല. ഇനി എസ്കലേറ്റർ എന്നെ എത്ര നേരം നിർത്തിപ്പിച്ച്? കൊക്കോള ഒന്നും പറ്റത്തൊന്നുമില്ല. പക്ഷെ അത് വർക്ക് ആയിട്ടാ. സാധനം കൊള്ള പൊന്ത് നന്ന്. ആർക്കൊരു കാലം വരും. എനിക്കൊരു ഡൗട്ട്. ഒരു പ്രാവശ്യം ഇട്ടേരി വീണ്ടും വർക്കൗട്ട് ആവുന്ന എനിക്കൊരു ഡൗട്ട്. ഞാൻ പിടിച്ചില്ലല്ലോ. ട്രൈ ചെയ്യട്ടെ? ഇല്ല 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 ഇല്ല. എന്നോടോ എനിക്കറിയാം. അടി അത് ശരിയല്ല കേട്ടാ. ഒന്നിനൊരു പ്രശ്നം ഉണ്ടാവരുത്. എടി എന്റെ പാന്റിനകത്ത് തോളയുണ്ട്. ഇത് മറ്റേ കീറിയ ഫാഷനുള്ള പാന്റാ. ഒരു മിനിറ്റ് ചേട്ടാ, ഒരു പെപ്സി കൂടി തരും. ഇനി ഇതിനകത്ത് ഇട്ടെങ്ങനെ വർക്കൗട്ട് ആയില്ലെങ്കിലോ വെറുതെ ചേട്ടാ അവര് വഴക്ക് പറയും.
ഇല്ല ഒരു കുഴപ്പമില്ല ചേട്ടാ, ഒരു പെപ്സി കൂടെ തരുമോ? ഇല്ല അത് ശരിയാവില്ല ചേട്ടാ ഞാനാ പറഞ്ഞു വിട്ടോ. ചേട്ടാ ഇവിടെ മൊത്തം അലങ്കോലാവേ. കുഴപ്പമില്ലെന്നാ. ചേട്ടൻ എന്ത് പറയാൻ, ചേട്ടൻ മാസാണ് ചേട്ടാ മാസ്. നിങ്ങൾ 5 എണ്ണം ഇട്ടല്ലേ, കാണിച്ചു തരാം. നിങ്ങൾക്ക് 5 അല്ല, ഞാൻ കാണിച്ചു തരാം. ഒട്ടണമില്ല, എന്ത് സാധനമാണ്. അറ്റ്ലീസ്റ്റ് സാലറി എടുത്ത് കുറച്ച് വായിൽ വെച്ചാ ലാസത്തെ. താങ്ക് യു ചേട്ടാ, ചേട്ടനാണ് ചേട്ടൻ. എടി പാന്റില് തുളയുണ്ട്, വേറെ എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. എനിക്ക് ഇത് ചെയ്താ മതി. എടി എനിക്ക് നാണമില്ലടി, ഞാൻ കോപ്പി അടിച്ച ഐഡിയ അല്ലേ. എനിക്ക് ഒരു നാണമില്ല, ഇത്രയും ചെയ്തിട്ട് എനിക്ക് നാണമില്ലെന്ന്. തുറന്നുവിടാൻ പോണത് എടി. 2 3 4 5 6 6 എടി ലാസ്റ്റ് ആയിട്ട് ഒന്നും കൂടെ ആലോചിച്ചിട്ട് ഞാൻ കുടിച്ചോളാം. അങ്ങനെ തന്നെ വേണം. മതി. ബാക്കി കൂടി ഇട്ടേ. ഇല്ല വേണ്ട സാറേ, ഞാൻ ക്ഷമിച്ചിരിക്കണ്. നീ അൺപോസ് ചെയ്യുമ്പോഴേ നീ ഒരു 5 കിലോമീറ്റർ ദൂരത്ത് ഓടിക്കോ ശിവാനി. അൺപോസ് ചെയ്യ്. കുറച്ച് മാറി നിന്ന് ചെയ്യണായിരിക്കും നല്ലത്. കൈ കിട്ടുമ്പോ ഫോൺ മാസ്ക് ആവശ്യം. നിനക്ക് പണി വരണ്ട് നിനക്ക് വരണ്ട് കേട്ടാ. അല്ല ഞാൻ കേട്ടെ, ഇതിന്റെ പൈസ ഞാൻ കൊടുക്കൂല കേട്ടാ. ചേട്ടാ ഇതിന് പൈസ ഇല്ല, ഈ പെപ്സിക്ക് പൈസ ഇല്ല. ഞാൻ കൊടുത്തോളാം. ആ നല്ല ഒടുക്കത്തെ ചാലഞ്ചാ കേട്ടാ. പക്ഷെ ഞാൻ തന്നല്ല, എന്നിട്ടാണല്ലോ നീ എനിക്ക് തന്നത്. പക്ഷെ കോപ്പിയുടെ ആയിപ്പോയത്. കിട്ടിയോ പണി, അത് മതി. ശരി അടുത്ത മറൈൻ ഡ്രൈവ് വിട്ടാലോ? മറൈൻ ഡ്രൈവിൽ എന്തിനാ പോണത്? നമുക്ക് ഇച്ചിരി മധുരത്തിനുണ്ട്, ഐസ്ക്രീം കഴിച്ചാലോ? ഞാനില്ല ഇന്ന് പോസ്റ്റ് ചാലഞ്ചും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ മറൈൻ ഡ്രൈവിൽ പോവാൻ എന്നെ കൊണ്ട് പറ്റില്ല. കുഞ്ഞു പണി എന്തെങ്കിലും അത്ര ഞാൻ തരത്തുള്ളൂ. കുഞ്ഞു പണി നീ മാത്രല്ലല്ലോ, ഞാനും തരുമല്ലോ. ഇരിക്കട്ടെ, കയ്യിലിരിക്കട്ടെ. വണ്ടി മറൈൻ ഡ്രൈവിലോട്ട് പോവാ. ഇച്ചിരി ലേറ്റ് ആയി പോയല്ലേ, അത് നമ്മളാ ഇതിലുള്ള വഴി മുഴുവൻ ചുറ്റിപ്പോയി. ഒടുക്കത്തെ ട്രാഫിക് ആയിരുന്നു. സോറി ഗൈസ്, രാത്രിയായി, നല്ല ലാഗായി. അതെ, അത് സീനില്ല. സാരല്ല, നമുക്ക് ചില്ലിംഗ് ആണല്ലോ. അതെ, ചില്ലിംഗ് ആണ് മെയിൻ. അതെ. യോ മാസ്ക് മുഖ്യം ബീലേ. ചേട്ടാ എന്താ ഉള്ള? ഐസ്ക്രീമോ ഉള്ള? ചളി. എനിക്കൊരു ചോക്ലേറ്റ് എടുത്തേ. വേറെ ഏതാ ഫ്ലേവർ ആയിട്ടുള്ള? ബട്ടർ സ്കോച്ച് ഉണ്ടോ? സെറ്റല്ലേ? എന്നെ തട്ടി മാത്രമല്ലേ, ബാ എന്നെ തട്ടി. ഇവിടെ നിക്ക്, നമുക്ക് ആൾക്കാർ നമ്മളെ കാണണ്ടേ. കഴിക്ക. അങ്ങോട്ട് നോക്കിയാ പോസ്. എന്റെ ആയുധങ്ങൾ അവിടെ. അവൾ അറിഞ്ഞിട്ടില്ല, പെട്ടെന്ന് എടുക്ക്. Yes, you're gonna get destroyed and this is the climax of this episode. Okay, പെട്ടെന്നാടാ, കൊണ്ടുപോടാ. No, please. You know what this is? This is what it is. This is water balloon. പിടിക്കൂ. അങ്ങനെ ഒന്നും കാണുമ്പോ അങ്ങനെ നമ്മൾ നോക്കാറും കൂടിയില്ല. ആണോ? ഇത്ര കട്ടി വേണം കേട്ടാ, പാവം. എന്താവോ എന്തോ. അടങ്ങരുത്. ഒരെണ്ണം മിസ്സായി. അങ്ങനെ നിനക്ക് ഏടി പൊട്ടിച്ച്. അപ്പൊ ഇന്നത്തെ പോസ് ആൻഡ് പ്ലേ ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്തുവാ? പീസ് ഔട്ട്. എന്ത്? ഇല്ല വിട്. ഞാൻ വരില്ല. ഐസ്ക്രീം കഴിക്കും. ഐസ്ക്രീം കഴിക്കും എന്നിട്ട് വരാം. ഇന്നത്തെ കഴിഞ്ഞല്ല.